ഗൂഗിൾ ആഡ്സെൻസിലേക്ക് ലോഗിൻ ചെയ്യുക. ഗൂഗിൾ ആഡ്സെൻസിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് കോർണറിൽ താഴെയായിട്ട് ഹൗ യു ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനെ കാണുന്നത് പോലെ അതിനകത്ത് ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ചില സമയത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും കിടക്കുന്നത്, ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത ഡിസേബിൾ മോഡിലായിരിക്കും കിടക്കുന്നത്. അത് ഡിസേബിൾ മോഡിൽ കിടക്കാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസിനകത്ത് മിനിമം $10 ഉണ്ടെങ്കിൽ മാത്രമേ ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ എനേബിൾ ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഡിസേബിൾ മോഡിലായിരിക്കും കിടക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, യൂട്യൂബ് സ്റ്റുഡിയോയിൽ $10 കഴിയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്ക്രീനകത്ത് ഗൂഗിൾ ആഡ്സെൻസിനകത്ത് ആ മുകളിൽ $10 എപ്പോഴാണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ $10 മേലെ എപ്പോഴാണോ വരുന്നത്, അപ്പോഴായിരിക്കും ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംശയമാണ് എല്ലാവർക്കും പൊതുവായിട്ട് വന്നുകൊണ്ടിരുന്നത്, ആഡ് പേയ്മെന്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യം. ഇതാണ് സംഭവം. അതായത് ഗൂഗിൾ ആഡ്സെൻസിൽ മിനിമം $10 ഉണ്ടെങ്കിലേ നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ $10 ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. ഇതിനകത്ത് ബെനിഫിഷ്യറി ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതൊന്നും കൊടുക്കണ്ട, അതങ്ങ് ബ്ലാങ്ക് ആക്കി വിട്ടേക്കുക. അടുത്തതായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ബാങ്കിന്റെ പാസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ബാങ്കിന്റെ പേര് കൊടുക്കുക, ബാങ്കിന്റെ നെയിം കൊടുക്കുക, IFSC കോഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സ്വിഫ്റ്റ് കോഡ് വേണം സ്വിഫ്റ്റ് BIC എന്ന് പറഞ്ഞ കോളത്തിൽ കൊടുക്കാനായിട്ട്. അതിനുശേഷം അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ആ അക്കൗണ്ട് നമ്പർ ഒന്നും കൂടെ റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ ആഡ്സെൻസിനകത്ത് ആഡ് ആകുന്നതാണ്. അതിനുശേഷം നമുക്ക് യൂട്യൂബിൽ നിന്നും മണി $100 ആണല്ലോ മിനിമം നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിൽ വേണ്ടത്. നമുക്ക് വിത്ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ $100 മേലെ പോയി കഴിഞ്ഞാൽ വിഡ്രോ എന്നും പറഞ്ഞ് എങ്ങും ക്ലിക്കൊന്നും ചെയ്ത് കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നോളും.